2026 വർഷഫലം. പൂരോരുട്ടാതി നക്ഷത്രം അതും 2 കൂറിൽ പെടുന്ന നക്ഷത്രമാണ്. അപ്പോൾ കാൽഭാഗവും കുംഭത്തിലും കാൽഭാഗം മാത്രമാണ് മീനത്തിൽ വരുന്നത്. അപ്പോൾ ഈ 2 നക്ഷത്രത്തിൽ വരുന്നവർക്ക് 2 തരത്തിലായിരിക്കും ഇത് വരുന്നത്. മീനൻ രാശിയിൽ പെടുന്നവര് ലഗ്നത്തിലാണ് ശനി എന്ന് വെച്ചാൽ, കുംഭൻ രാശിയിൽ പെടുന്നവർക്ക് 2-ലാണ്. പിന്നെ അതുപോലെ വ്യാഴത്തിന്റെ മാറ്റം 4-ലിരിക്കുന്ന വ്യാഴം 5-ലേക്ക് പോവുകയും 5-ാം ഭാവത്തിലിരിക്കുന്ന വ്യാഴം 6-ലേക്കാണ് മാറുന്നത്. അപ്പോൾ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഭാവങ്ങളിലേക്ക് മാറ്റങ്ങളാണ് നമുക്ക് വരുന്നത്. ഈ മീനൻ രാശിയിൽ വരുമ്പോൾ അവർക്ക് ലഗ്നത്തിൽ തന്നെ ശനിയും 5-ലേക്ക് വ്യാഴവും വരും. അപ്പോൾ അവരുടെ നന്നായിട്ട് ഉപാസന കൂട്ടാം. ഇത്ര നാൾ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല, നാമം ജപിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി നമ്മൾ കൃത്യമായിട്ട് ക്ഷേത്ര ദർശനം ചെയ്യാം. പുതിയ പുതിയ നല്ല നമുക്ക് വേണം കുറേ നാളായിട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിരുന്ന ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതൊക്കെ പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ഈ മീനൻ രാശിയിലിരിക്കുന്നവർക്ക് സാധിക്കുന്നൊരു സമയമാണ്. പിന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും, ബിസിനസ് ആണെങ്കിലും വിദേശത്തേക്ക് പോകുന്നതാണെങ്കിലും ഷെയർ മാർക്കറ്റ് അതൊക്കെ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചവർക്കൊക്കെ ഈ ജൂൺ മാസം കഴിഞ്ഞ് ഇത്തിരി കൂടി നല്ലൊരു ഫലത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. അതുപോലെ ഈ കുംഭൻ രാശിയിൽ പെടുന്നവരാണെങ്കിൽ ആ ജൂൺ മാസം കഴിഞ്ഞാൽ 6-ലേക്കാണ് വരിക. അപ്പോൾ ഇത്ര നാൾ നമുക്ക് നമ്മുടെ വ്യാഴം നമുക്ക് അനുകൂലമായ അവസ്ഥയിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഇത്തിരി മാറ്റങ്ങൾ വരാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാനേ ഇവിടെ പറ്റുള്ളൂ. പിന്നെ കർമ്മമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. കർമ്മത്തിലൂടെ തന്നെയാണ് നിങ്ങളുടെ ആ ശനി പോകുമ്പോൾ നല്ലത് വരുത്തുള്ളൂ. എന്ത് കർമ്മം വന്നാലും, ഇപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിലും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും കർമ്മത്തിൽ ഒരു ന്യായത്തിൻ്റെ രീതിയിൽ പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫലം തന്നെ ഇവിടെ ശനീശ്വരൻ തരും. ഇപ്പോൾ മീനൻ രാശിയിൽ പെടുന്നവർക്കായാലും കുംഭൻ രാശിയിൽ പെടുന്നവർ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പോണ പോലെ തന്നെ 7-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ട് ദേവീക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ സൂര്യനാരായണൻ്റെ മന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ ജപിക്കാനൊരു ഗുരുനാഥൻ്റെ ഒരു ഇത് വേണം, അനുഗ്രഹം വേണം. അതല്ലെങ്കിൽ സൂര്യക്ഷേത്രം അങ്ങനെ ശിവൻ്റെ അമ്പലത്തിൽ പോവാം, അയ്യപ്പൻ്റെ അമ്പലത്തിലൊക്കെ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് 2 തരത്തിലാണ് ഫലം വരിക, അനുഭവങ്ങൾ വരിക. അത് ശ്രദ്ധിക്കാം. അത് ഈ 2026 ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷമാണ് മാറ്റങ്ങൾ വരിക. അതുവരയ്ക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ച് വിഷ്ണുവിനെ തന്നെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല ഫലങ്ങളാണ് നമുക്ക് കിട്ടുന്നത്.